ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ കുരിശിൽ പറഞ്ഞ വചനങ്ങൾ നമ്മുടെയും അനുദിന ജീവിതത്തിൽ അഭിഷേകമാകട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ഈശോ കുരിശിൽ പറഞ്ഞ വചനങ്ങളാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ എങ്ങനെ ഈ വചനങ്ങൾ അഭിഷേകമായിട്ട് മാറുന്നു? ലൂക്കായുടെ സുവിശേഷം 23, 42, 43 വചനങ്ങൾ. അവൻ തുടർന്നു, യേശുവേ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. നമുക്കറിയാം, നമ്മൾ ധ്യാനിച്ചതാണ്, എവിടെയാണ് മനുഷ്യന് പറുദീസ നഷ്ടമായത്? ഭക്ഷിക്കരുത് എന്ന പഴം മനുഷ്യൻ ഭക്ഷിച്ചു. ഈ വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിക്കരുത്. ആദം അനുസരണക്കേട് കാണിച്ചു. നമുക്കറിയാം, ആദം, പ്രിയപ്പെട്ടവരെ, മനുഷ്യവംശത്തിൻ്റെ മുഴുവനും പ്രതിനിധിയാണ്. അതുവഴി എന്ത് സംഭവിച്ചു? ദൈവത്തിൽ നിന്ന് അവരോടി അകന്നു. ദൈവം അവരെ ഏദനിൽ പറുദീസായിൽ നിർത്തി. അവർ ഏദനിൽ നിന്ന് ഓടി അകന്നു. അപ്പോൾ അനുസരണക്കേട് വഴി അവർ പുറത്തായി ഏദനിൽ നിന്ന്. ഇപ്പോൾ ഇതാ മരണം വരെ അനുസരണയുള്ളവനായി. അപ്പോൾ എന്ത് സംഭവിച്ചു? യേശു മരണം വരെ അനുസരണയുള്ളവനായപ്പോൾ മനുഷ്യന് നഷ്ടപ്പെട്ട ഏദൻ തിരിച്ചു കിട്ടുകയാണ്. നീ എന്നോടുകൂടെ പറുദീസായിൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട പറുദീസ, ഏദൻ തിരിച്ചു കിട്ടുന്നത്, നമുക്ക് നഷ്ടപ്പെട്ട പറുദീസ, ഏദൻ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷമുള്ള ഇടമാണ്. സന്തോഷം നമുക്ക് തിരിച്ചു കിട്ടുന്നത്, ദൈവിക സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് കുരിശിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ അവനോട് പറയുകയാണ്, നീ എൻ്റെ കൂടെ ഇന്ന് പറുദീസായിലായിരിക്കും. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രിയപ്പെട്ടവരെ, 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ കുരിശിൽ തറച്ചു. അവർ 2 പേരും കള്ളന്മാരാണ്. 2 പേരും അവരുടെ തെറ്റിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നത്. നമ്മൾ ഓർക്കുക, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു കുരിശ് അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിന് തൊട്ടടുത്ത് ദൈവം യേശുവിനെ നിർത്തുന്നുണ്ട്. ഈ 2 കള്ളന്മാരുടെയും അടുത്ത് യേശുവുണ്ട്. അതേ വേദനയോടുകൂടെ യേശുവുണ്ട്. എന്ന് വെച്ചാൽ, ഒരു പാപം പോലും ചെയ്യാത്തവൻ, പാപത്തിൻ്റെ പരിഹാരമായവൻ, ഒരു പാപവും ചെയ്ത് ആ പാപത്തിൻ്റെ ഫലമല്ല യേശുവിൻ്റെ സഹനം. യേശുവിൻ്റെ സഹനം ദൈവം അനുവദിച്ചതാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ അടുത്ത്, നമ്മുടെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ അടുത്ത് അതിന് പരിഹാരമായ യേശുവിനെ പിതാവ് നിർത്തുന്നുണ്ട്. അതിന് പരിഹാരമായ യേശുവിനെ ഉണ്ട്. പക്ഷേ നല്ല കള്ളൻ അവൻ എന്തുകൊണ്ട് കള്ളൻ നല്ല കള്ളനായി? ഒറ്റ കാര്യമേ ഉള്ളൂ, അവൻ അടുത്ത് കിടന്നവനെ ദൈവമായിട്ട് കണ്ടു, യേശുവായിട്ട് കണ്ടു, ദൈവപുത്രനായിട്ട് കണ്ടു, രക്ഷകനായിട്ട് കണ്ടു. അപ്പോൾ ഒന്ന്, നമുക്കെല്ലാവർക്കും സഹനമുണ്ട്. ഒരു പക്ഷേ നമ്മുടെ പാപത്തിൻ്റെ ഫലമായിരിക്കാം നമ്മുടെ സഹനം. ഒരു പക്ഷേ നീതിമാൻ എന്ന രീതിയിലായിരിക്കാം നമ്മൾ സഹിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കുക, നമ്മുടെ സഹനത്തിന് ഉത്തരവുമായിട്ട്, പാപം വഴിയുള്ള സഹനമാണ് നമ്മുടെ ജീവിതത്തിലെ സഹനമെങ്കിൽ അതിന് പരിഹാരമായിട്ട് അല്ല, ഇനി ദൈവം അനുവദിക്കുന്ന സഹനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കാരണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതിനാശ്വാസമായിട്ട് ആരടുത്തുണ്ട്? യേശു അടുത്തുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യേശു അടുത്തുണ്ട്. നമ്മൾ യേശുവിനെ കാണുക. നമ്മുടെ സഹനത്തിൽ, നമ്മുടെ വേദനയിൽ പരിഹാരമായിട്ട് നമ്മൾ നോക്കേണ്ടത് യേശുവിലേക്കാണ്. ഇതാണ് നല്ല കള്ളൻ പരിഹാരമായിട്ട് നോക്കി, നല്ല കള്ളൻ യേശുവിനെ നോക്കി രക്ഷയായിട്ട്.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സഹനം അതെന്തു തന്നെ ആയാലും, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ സഹനം നമ്മുടെ പാപത്തിൻ്റെ ഫലമായിരിക്കാം. നമ്മുടെ പാപത്തിൻ്റെ ഫലമാണ് നമ്മുടെ സഹനമെങ്കിൽ ആ പാപത്തിനുള്ള പരിഹാരമാണ് യേശു. ഇനി അതല്ല, നമ്മുടെ ജീവിതത്തിലെ സഹനം, പ്രിയപ്പെട്ടവരെ, ദൈവകൽപ്പന അനുസരിച്ച് വിശുദ്ധിയോടെ ജീവിച്ചിട്ട് നമ്മൾ സഹനം സ്വീകരിക്കുന്നുവെങ്കിൽ നമ്മൾ ഓർക്കുക, ആ സഹനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകാനുള്ള വഴിയും മറ്റൊരു സ്ഥലത്തുനിന്നല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്, യേശുവിൻ്റെ കുരിശിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്. ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: നമ്മൾ എവിടെ സഹനിക്കുന്നുവോ അതിനടുത്ത് അതിൻ്റെ പരിഹാരം ദൈവം അനുവദിക്കുന്നുണ്ട്. രണ്ട് നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയാം, ഒരു പക്ഷേ ഈ വ്യക്തിയാണ്, ഈ നല്ല കള്ളനാണ് സ്വർഗത്തിൽ പോയി എന്ന് നമുക്ക് ഉറപ്പുള്ള വ്യക്തി. വചനം പറയുന്നുണ്ട്, 2 കൊറിന്തോസ് 6:2, അവിടുന്ന് അരുളിച്ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. കണ്ടോ, രക്ഷയുടെ ദിവസം ഇപ്പോഴാണ് സ്വീകാര്യമായ സമയം, ഇപ്പോഴാണ് രക്ഷ, ഇപ്പോൾ ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷയുടെ സമയം ആ നല്ല കള്ളൻ്റെ ജീവിതത്തിൽ അതവൻ അനുഭവിക്കുകയാണ്. 2, നമുക്കറിയാം, ഈശോ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഈശോ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വചനം ഏതായിരുന്നു? ഈശോ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വചനം, അല്ലെങ്കിൽ ഈശോ ഈ ഭൂമിയിൽ വന്ന് യേശുവിൽ നിന്ന് ഈ ലോകം കേട്ട ആദ്യത്തെ വചനം, യേശു വചനപ്രഘോഷണം ആരംഭിച്ചപ്പോൾ ആദ്യം പറഞ്ഞ വചനം ഏതാണ്? അത് മത്തായിയുടെ സുവിശേഷം 4:17. ഇതാ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഈ നല്ല കള്ളൻ, പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഈ വചനം യാഥാർത്ഥ്യമാവുന്നത്. ഈശോ പഠിപ്പിച്ചു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. 1, ദൈവരാജ്യം സമീപിച്ചു. 2, അനുദപിക്കുക. 3, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇതാണ് രക്ഷയുടെ മാനദണ്ഡം. ഇതാണ് ആദ്യം ഈശോ പറഞ്ഞ വചനം. ദൈവരാജ്യം സമീപിച്ചു, അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇനി 3 കാര്യങ്ങൾ ഈ നല്ല കള്ളൻ്റെ ജീവിതത്തിൽ. 1, ദൈവരാജ്യം അവൻ്റെ തൊട്ടടുത്ത്. ദൈവരാജ്യം നമ്മൾ ഒരുക്കുന്നതല്ല, നമ്മുടെ ആഗ്രഹം കൊണ്ടോ നമ്മുടെ തീരുമാനം കൊണ്ടോ വരുന്നതല്ല ദൈവരാജ്യം. ദൈവരാജ്യം പിതാവ് കൊണ്ടുവരുന്നതാണ്. ഇതാ, പിതാവ് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ ദൈവരാജ്യത്തിൻ്റെ പേരാണ് യേശു. യേശു തൊട്ടടുത്ത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം യേശു പൂർത്തിയാക്കി. മനുഷ്യൻ്റെ പാപത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി, രക്ഷ പൂർത്തിയാക്കി. ദൈവരാജ്യം യേശു സ്ഥാപിച്ചു. യേശുവിൻ്റെ കുരിശ് വഴി ദൈവരാജ്യം സ്ഥാപിച്ചു. ഇതാ, ദൈവരാജ്യം സമീപിച്ചു യേശുവിൽ. ഇനി അതാരുടെ അടുത്ത് കിടക്കുകയാണ്? അത് 2 പേരുടെ അടുത്തുണ്ട്. നല്ല കള്ളൻ്റെ അടുത്തും മറ്റേ കള്ളൻ്റെ, ഇടതുവശത്ത് കിടന്ന കള്ളൻ്റെ അടുത്തും ഈ ദൈവരാജ്യമുണ്ട്. ദൈവരാജ്യം സമീപിച്ചത് ഒരാളുടെ അടുത്തല്ല, ആരുടെയെങ്കിലും ഒരു പർട്ടിക്കുലർ, അങ്ങനെയല്ല. ദൈവരാജ്യം നമ്മുടെ എല്ലാവരുടെ അടുത്തുണ്ട്. അതാണ് ഈ കാൽവരി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. 2 കള്ളന്മാർ, അവരുടെ നടുവിൽ ദൈവരാജ്യം നമ്മുടെ അടുത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ തീരുമാനം കൊണ്ട്, നമ്മുടെ ഇഷ്ടം കൊണ്ട്, നമ്മുടെ ആഗ്രഹം കൊണ്ട് വരുന്നതല്ല, ദൈവം ഒരുക്കിയതാണ്. ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രമാണ് അതിലൂടെ വെളിപ്പെടുന്നത്. അപ്പോൾ ദൈവരാജ്യം കൊണ്ടുവന്നു. ദൈവരാജ്യം ഈ 2 കള്ളന്മാരുടെയും അടുത്ത് കിടക്കുന്നു. നമ്മൾ സങ്കല്പിച്ച് നോക്ക്. എന്നാൽ എന്ത് സംഭവിച്ചു? സംഭവിച്ച കാര്യം എന്താ? സംഭവിച്ച കാര്യം, ഈ നല്ല കള്ളൻ അനുദപിച്ചു. അവൻ അനുദപിച്ചു എന്നതാണ് പ്രധാനപ്പെട്ടത്. അവൻ അനുദപിച്ചു. അവൻ പറയുന്നുണ്ട്, നമ്മളുടെ തെറ്റിന് നമ്മൾ അർഹരാണ്. എന്നാൽ ഇവൻ തെറ്റ് ചെയ്തിട്ടില്ല. അവൻ അനുദപിച്ചു. അതാണ് ദൈവരാജ്യം സ്വീകരിക്കാൻ ഈശോ പറഞ്ഞ വഴി, അനുദപിക്കുക. അവൻ അനുദപിച്ചു. ഈശോ പഠിപ്പിക്കുന്നുണ്ട്, അനുദപിക്കുന്ന ഒരാളെക്കുറിച്ച് സന്തോഷം ഉണ്ടാകും സ്വർഗത്തിൽ. ഇപ്പം ദൈവം സന്തോഷിക്കുന്നത് യേശു കുരിശിൽ കിടക്കുമ്പോൾ യേശു അനുഭവിച്ച സന്തോഷം. യേശുവിന് കുരിശിലെല്ലാം വേദനയാണെന്ന് പറയരുത്.
യേശുവിന് സന്തോഷം തോന്നിയ കാര്യമുണ്ട്. യേശുവിന് സന്തോഷം നൽകിയ ഒരേ ഒരു വ്യക്തി, അത് പ്രിയപ്പെട്ടവരെ ഈ നല്ല കള്ളനാണ്. കാരണം വചനം പറയുന്നുണ്ട്, അനുദപിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. യേശുവിൻ്റെ സന്തോഷത്തിൻ്റെ കാരണം കാൽവരി വെളിപ്പെടുത്തുന്നത് ഈ നല്ല കള്ളനിലൂടെയാണ്. അവൻ അനുദപിച്ചു. അവൻ അനുദപിച്ചത് എന്താ? നമ്മളുടെ ശിക്ഷയ്ക്ക് നമ്മൾ യോഗ്യരാണ്, നമ്മളുടെ ശിക്ഷയ്ക്ക് നമ്മൾ അർഹരാണ്, നമ്മൾ തെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ശിക്ഷ. ഇനി യേശു അവൻ്റെ അടുത്ത നോട്ടം, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ അനുദപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, അനുദപിക്കുക. ഇതാണ് ദൈവരാജ്യം സ്വീകരിക്കാനുള്ള വഴി. 2 പേരുടെയും അടുത്ത്, ഈ 2 കള്ളന്മാരുടെയും അടുത്ത് ദൈവം ദൈവരാജ്യത്തെ നിർത്തുകയാണ്. എന്നാൽ അനുദപിച്ചവൻ അത് ജീവിതത്തിൽ സ്വീകരിക്കുന്നു. അപ്പോൾ ഈശോ പഠിപ്പിക്കുന്നത് അനുദപിച്ച് സ്വീകരിക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഏതാ സുവിശേഷം? സുവിശേഷം എല്ലാ നിയമങ്ങളുടെയും പൂർത്തീകരണമായ പുതിയ നിയമം, സുവിശേഷം. ഇതാ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനാണ്, അത് സമൃദ്ധിയായിട്ടുണ്ടാകാനാണ്. ഈ സുവിശേഷം, ആ സുവിശേഷം യേശുവാണ്. പിതാവ് അയച്ച സുവിശേഷം, പിതാവിൻ്റെ സുവിശേഷമാകുന്ന വചനം, അത് യേശുവാണ്. ആ യേശുവിൽ, ആ സുവിശേഷത്തിൽ അവൻ വിശ്വസിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സുവിശേഷ പ്രഘോഷണം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദൈവരാജ്യം സമീപിച്ചു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഈ വചനത്തിൻ്റെ പൂർത്തീകരണം നമ്മൾ കാണുന്നത് ഈ നല്ല കള്ളൻ്റെ പ്രാർത്ഥനയിലാണ്. പിതാവേ, അങ്ങയുടെ രാജ്യത്തിൽ എന്നെ കൂടി ഓർക്കണമേ, അങ്ങയുടെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. അവൻ്റെ പ്രാർത്ഥന ഈശോ പഠിപ്പിച്ചു, നീ എന്നോടുകൂടെ ഇന്ന് പറുദീസായിൽ ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുവിൻ്റെ രക്ഷ നമ്മൾ സ്വീകരിക്കേണ്ടത് അനുദപിച്ചാണ്. ഇനി നമ്മൾ മനസ്സിലാക്കുക, ഒരാളും യേശുവിൻ്റെ രക്ഷയിൽ നിന്ന് അകലെ പോയിട്ടില്ല. എത്ര കള്ളനാണെങ്കിലും, എത്ര പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും അവൻ അകലെയല്ല എന്ന ഓർമ്മിപ്പിക്കുന്നു കാൽവരി. അവൻ അകലെയല്ല, അല്ലേ? ഒരു പക്ഷെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ഒരു പക്ഷേ ഈ കള്ളന്മാരുടെ ജീവിതം കണ്ടിരുന്നവർക്ക് ഇങ്ങനെ ചിന്തിക്കാം: ഇവർ ദൈവരാജ്യത്തിൽ നിന്ന് എന്തോരം അകലെയാണ്, ഇവർ ദൈവരാജ്യത്തിൽ നിന്ന് എന്തോരം അകലെയാണ്. ഒരു പക്ഷേ ഇവരുടെ ജീവിതം മുഴുവനും ഇവർ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. ഇവരുടെ ജീവിതം മുഴുവനും ഒരു കള്ളൻ്റെ ജീവിതമാണ്. കള്ളൻ എന്ന ലേബലാണ് ഇവരുടെ തലയ്ക്ക് മീതെ ഉള്ളത്. കള്ളൻ എന്ന ലേബലാണ് അവരുടെ ജീവിതം മുഴുവനും അവരുടെ തലയ്ക്ക് മീതെയുള്ളത്. എന്നാൽ അവസാനത്തെ ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ, അവൻ ദൈവരാജ്യത്തിലെത്തുകയാണ്. അകലെയല്ല. ആരും എത്ര വലിയ പാപിയാണെങ്കിലും നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്ന് പഠിപ്പിക്കുകയാണ് ഈ നല്ല കള്ളൻ. എത്ര വലിയ പാപിയാണെങ്കിലും നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. നീ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകാൻ നിനക്ക് അവസരമുണ്ട്. എത്ര വലിയ കള്ളനാണെങ്കിലും, എത്ര വലിയ തിന്മയിലാണെങ്കിലും, എത്ര വലിയ പാപാവസ്ഥയിലാണെങ്കിലും, ഏതെല്ലാം കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് നീ ജീവിതത്തിൽ നടക്കുന്ന വ്യക്തിയാണെങ്കിലും, ഈ നല്ല കള്ളൻ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്: നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. നിൻ്റെ അടുത്തും ദൈവം തീർക്കുന്നുണ്ട് ദൈവരാജ്യം. അപ്പോൾ ഈ നല്ല കള്ളൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്: അനുദപിച്ച് ഇന്ന് തന്നെ നമ്മൾ ഈ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാവുക. അനുദപിച്ച് ഈ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാവുക. ഒരു പക്ഷേ മനുഷ്യർ നമ്മളെ വിധിക്കും, അല്ലേ? നമ്മളെ മനുഷ്യർ വിധിക്കും. പള്ളിയിൽ പോകാത്തവൻ, ഒരു ദൈവകൽപ്പനയും അനുസരിക്കാത്തവൻ, ദൈവഭയമില്ലാത്തവൻ, ദൈവത്തോട് ബന്ധമില്ലാത്തവൻ, ഇതെല്ലാം ആയിരിക്കില്ലേ ഈ നല്ല കള്ളന് ആ നാട് ചാർത്തിക്കൊടുത്ത ഒരു വ്യക്തിത്വം, അല്ലെങ്കിൽ ആ നാട് ചാർത്തിക്കൊടുത്തൊരു ചിത്രം അതായിരിക്കും. കാരണം അവൻ കള്ളനാണ്, അവൻ ഇതിൽ നിന്നെല്ലാം പുറത്താണ്. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു കാറ്റഗറി ഉണ്ട്: ഇവർ കൽപ്പന അനുസരിക്കുന്നവർ, ഇവർ പള്ളിയിൽ പോകുന്നവർ, ഇവർ പ്രാർത്ഥിക്കുന്നവർ. ഇങ്ങനെ നമ്മൾ ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്: ഇവനൊക്കെ സ്വർഗത്തിൽ പോകും, ഇവനൊക്കെ രക്ഷപ്പെടും, ഇവനൊക്കെ ജീവിക്കും, ഇവനൊക്കെ ദൈവത്തിൻ്റെ കൂടെയാണ്. ഇങ്ങനെ നമ്മളൊരു മാനദണ്ഡം, നമ്മുടെ എല്ലാ മാനദണ്ഡങ്ങളെയും തെറ്റിക്കുകയാണ് കുരിശ്. നമ്മുടെ എല്ലാ മാനുഷിക മാനദണ്ഡങ്ങളെയും തെറ്റിക്കുകയാണ് കുരിശ്. എന്നിട്ട് അവനോട് പറയുക: നീ എൻ്റെ കൂടെ പറുദീസായിലായിരിക്കും. ഒരു പക്ഷേ ആ നാട്ടിൽ ആരും ചിന്തിക്കാത്തവനാണ്
ഒരിക്കലും ഇവൻ സ്വർഗത്തിൽ പോകില്ല എന്ന് ആ നാട്ടുകാർ ചിന്തിച്ചു. ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല എന്ന് നാട്ടുകാർ ചിന്തിച്ചവനാണ് ആദ്യം സ്വർഗത്തിൽ എത്തുന്നത്. അപ്പോൾ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ നല്ല കള്ളൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയത എന്നത്, നമ്മളാരും അകലെയല്ല. യേശുവിൻ്റെ രക്ഷയിൽ നിന്ന് നമ്മളാരും അകലെയല്ല. യേശുവിൻ്റെ രക്ഷ നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ അനുദപിച്ച് ആ രക്ഷ സ്വീകരിക്കുക. അനുദപിച്ച് ആ രക്ഷ സ്വീകരിക്കുക. ഈ നോയമ്പ് കാലത്തിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ആശ്വാസം നൽകുന്നൊരു ചിത്രം അതാണ്. നമ്മൾ എത്ര വലിയ പാപികളാണെങ്കിലും, ഒരു പക്ഷേ നമ്മളെ എല്ലാവരും കുറ്റം വിധിക്കുമ്പോഴും, നമ്മൾ പുറത്താണ്, നമ്മൾ ഇതിൽ നിന്നെല്ലാം വെളിയിലാണ് എന്ന് പറയുമ്പോഴും നമ്മളുടെ അടുത്ത് ദൈവം അനുവദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവരാജ്യത്തെ. ആ ദൈവരാജ്യത്തിൻ്റെ പേരാണ് യേശു. അപ്പോൾ അനുദപിച്ച് ആ യേശുവിനെ സ്വീകരിക്കുക. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്, അനുദപിച്ച് ദൈവരാജ്യം സ്വീകരിക്കുക. രണ്ടാമത്തെ കാര്യം ഇതാണ്. നമ്മൾ ഓർക്കുക, ഞാൻ പറഞ്ഞു, ആ നല്ല കള്ളൻ്റെ അടുത്ത്, ആ ഇടതുവശത്ത് കിടന്ന കള്ളൻ്റെ അടുത്തും വലതുവശത്ത് കിടന്ന കള്ളൻ്റെ അടുത്തും യേശുവിൻ്റെ കുരിശുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, കുരിശ് ആശ്വാസമാണ്. നമുക്കറിയാം, നമ്മുടെ സഹനത്തിൽ, നമ്മുടെ കുരിശിൽ നമ്മൾ നോക്കേണ്ടത് യേശുവിൻ്റെ കുരിശിലേക്കാണ്. നമ്മൾ കാണേണ്ടത് യേശുവിൻ്റെ കുരിശാണ്. യേശുവിൻ്റെ കുരിശ് നമ്മുടെ എല്ലാ സഹനങ്ങൾക്കുമുള്ള ഉത്തരവാണ്. ഒരു പക്ഷേ അവിടെ എന്താ അവന് സംഭവിച്ചത്? അവന് സംഭവിച്ചത്, ഇടതുവശത്ത് കിടന്ന കള്ളന് സംഭവിച്ചത് എന്താ സംഭവിച്ചത്? സംഭവിച്ച കാര്യം, അവൻ യേശുവിനെ ആ കുരിശിൽ കണ്ടില്ല. അവൻ യേശുവിനെ കണ്ടില്ല കുരിശിൽ. അവൻ ദൈവപുത്രനെ കണ്ടില്ല കുരിശിൽ. അതുകൊണ്ട് അവൻ്റെ സഹനം പരാതിയുടെ, പരിഭവത്തിൻ്റെ, കുറ്റപ്പെടുത്തലിൻ്റെ വിഷയമായിട്ട് മാറി. അല്ലേ? അവനെ പഴിക്കുകയാണ്, അവൻ യേശുവിനെ പഴിക്കുകയാണ്. ഇതാണ് നമ്മൾ യേശുവിൻ്റെ കുരിശിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ സംഭവിക്കുന്നത്. അനേകരുടെ സഹനം പാഴായി പോകുവാൻ, അത് വിശുദ്ധീകരണത്തിനും അത് രക്ഷയ്ക്കും കാരണമാകാതെ പോകാനുള്ള കാരണവും ഈ ഇടതുവശത്ത് കിടക്കുന്ന കള്ളൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അനേകരുടെ സഹനം വിശുദ്ധീകരണത്തിനും രക്ഷയ്ക്കും കാരണമാകാതെ എന്തുകൊണ്ട് പോകുന്നു? ഒന്ന്, പ്രിയപ്പെട്ടവരെ, സഹനത്തിൽ യേശുവിലേക്ക്, യേശുവിൻ്റെ കുരിശിലേക്ക് നമ്മൾ നോക്കുന്നില്ല. ഈശോ പഠിപ്പിച്ച വചനം, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് വെച്ചാൽ, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുരിശിൽ നിങ്ങൾ എൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കട്ടെ. അപ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ ഇവൻ്റെ സഹനം എന്തുകൊണ്ട് രക്ഷാകരമായില്ല? നമ്മുടെ അനേകം പേരുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ സഹനമുണ്ട്. എന്തുകൊണ്ട് രക്ഷാകരമാകുന്നില്ല? എന്തുകൊണ്ട് വിശുദ്ധീകരണത്തിന് കാരണമാകുന്നില്ല? വിശുദ്ധീകരണത്തിന് കാരണമാകണമെങ്കിൽ, സഹനം വിശുദ്ധീകരണത്തിന് കാരണമാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ സഹനത്തിൽ ആ നല്ല കള്ളൻ സ്വീകരിച്ച മനോഭാവം എന്താ? അവൻ സ്വീകരിച്ചത്, അവൻ ആ സഹനത്തിൽ അവൻ്റെ കുറവ് മനസ്സിലാക്കി അവൻ അനുദപിക്കുന്നു. അവൻ അനുദപിക്കുമ്പോൾ അവൻ്റെ സഹനം അവൻ വിശുദ്ധീകരണത്തിന് കാരണമാകുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ യേശുവിനെ കണ്ടു. അവൻ പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തത്, എൻ്റെ ഈ ശിക്ഷ എൻ്റെ തെറ്റിൻ്റെ ഫലമാണ്. അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ ഓർക്കണമേ. അവൻ അനുദപിച്ചു. അപ്പോൾ അവൻ്റെ സഹനം അവന് വിശുദ്ധീകരണത്തിനും രക്ഷയ്ക്കും കാരണമായി. രണ്ട്, പ്രിയപ്പെട്ടവരെ, അവൻ പറയുകയാണ്, അവന് ആശ്വാസം കിട്ടുകയാണ്, നമ്മുടെ ഈ സഹനം നമ്മുടെ തെറ്റിൻ്റെ ഫലമാണ്, അത് നമ്മുടെ വിശുദ്ധീകരണത്തിനാണ്. അവനത് അംഗീകരിക്കുന്നു. എന്നാൽ യേശുവിനെ കുരിശിൽ കാണാതിരുന്ന, ഈ ദൈവപുത്രനെ കുരിശിൽ കാണാതിരുന്ന, ദൈവപുത്രൻ്റെ കുരിശ് കാണാതിരുന്ന ഈ ഇടതുവശത്ത് കിടന്ന കള്ളൻ എന്ത് സംഭവിച്ചു? അവൻ പരാതിപ്പെടുന്നു, അവൻ കുറ്റപ്പെടുത്തുന്നു. ഇതാണ് അനേകരുടെ സഹനത്തിൽ, പ്രിയപ്പെട്ടവരെ, ദൈവകൃപ നഷ്ടപ്പെടാൻ കാരണം. നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിലെ സഹനം സ്വീകരിക്കുന്നത്? നമ്മൾ ജീവിതത്തിലെ സഹനം എങ്ങനെ സ്വീകരിക്കുന്നു? ഈ ചീത്തക്കള്ളനെ പോലെ, ഈ ഇടതുവശത്ത് കിടന്ന കള്ളനെ പോലെ കുറ്റം പറഞ്ഞുകൊണ്ട്, പരാതിപ്പെട്ടുകൊണ്ട്, അങ്ങനെയാണോ നമ്മൾ ജീവിതത്തിലെ സഹനത്തെ സ്വീകരിക്കുന്നത്? കുറ്റപ്പെടുത്തിക്കൊണ്ട്, പെറുപെറുത്തുകൊണ്ട്, മറ്റുള്ളവരാണ് കാരണം, അങ്ങനെ സകലരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സഹനത്തെ സ്വീകരിക്കുന്നുണ്ടോ? ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്ന അടുത്ത പ്രധാനപ്പെട്ടൊരു ചോദ്യം. അപ്പോൾ സഹനത്തെ, പ്രിയപ്പെട്ടവരെ,
ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനും അത് കുരിശിനോട് ചേർത്ത് വെച്ച് ധ്യാനിക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ ആ സഹനം രക്ഷാകരമായിട്ട് നന്മയായിട്ട് പ്രിയപ്പെട്ടവരെ മാറാൻ ഇടവരും. ആ സഹനം രക്ഷാകരമായിട്ട് നന്മയായിട്ട് മാറാൻ ഇടവരും. ഒരു കുടുംബം ആ കുടുംബത്തിലെ അമ്മയ്ക്ക് ഒരു രോഗം വന്നു, വളരെ ഗൗരവമായൊരു രോഗം. അപ്പോൾ ആ രോഗത്തിൻ്റെ ഗൗരവം ഡോക്ടേഴ്സ് പറഞ്ഞു. പ്രതീക്ഷിക്കാ സമയത്താണ്. അമ്മയോട് സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും അമ്മയോട് സ്നേഹം ഒക്കെ ഉണ്ട് മക്കൾക്ക്. ഏറ്റവും എന്ന് വെച്ചാൽ ഒരു നാളിൽ പ്രിയപ്പെട്ടവരെ ഭയങ്കര മോശപ്പെട്ട ജീവിതം നയിച്ചിരുന്ന, മദ്യപിച്ചിരുന്ന ഒരു കുടുംബനാഥൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഈ അമ്മ. 2 ആൺമക്കളും 1 പെൺമകളും. അപ്പോൾ സംഭവിച്ച കാര്യം, ഈ അമ്മ പെട്ടെന്ന് ഈ 3 പിള്ളേരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞു. അവരുടെ കൃഷിയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പെട്ടെന്നാണ് ഈ അമ്മയ്ക്ക് ഗൗരവപരമായൊരു രോഗം വരുന്നത്. അങ്ങേറ്റം എല്ലാ ദിവസവും കുർബാനയോട് ഈശോട് ചേർന്ന് നിൽക്കുന്ന ഈ അമ്മ ആദ്യം പറഞ്ഞത്, ട്രീറ്റ്മെൻറ്റിന് പോകുന്നു, ഇത്ര നാൾ ട്രീറ്റ്മെൻറ്റ് വേണമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇവരാദ്യം പറഞ്ഞത്, ദൈവമേ, ഈ രോഗം നീ അനുവദിക്കുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിനാണെങ്കിൽ അത് ഞാൻ കാഴ്ചവെക്കുന്നു. 2, ദൈവമേ, ഇതെനിക്ക് നിന്നോട് ചേരാനുള്ളതാണെങ്കിൽ ഞാൻ നന്ദി പറയുന്നു. ഈ മകൻ കുടുംബമാണ് എൻ്റെ അടുത്ത് വന്നത്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ചോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ഒരാത്മീയ മനുഷ്യനാകുമെന്ന്, ഇത്രയും ഒരു ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാകുമെന്ന് ഞാൻ ഓർത്തതല്ല. പക്ഷേ എൻ്റെ അമ്മയുടെ ആ രോഗം വഴിയാണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ഞാൻ അനുഭവിച്ചത്. അപ്പോൾ ഓർക്കുക, ആ അമ്മ ആ രോഗം അവരുടെ ജീവിതത്തിൽ അറിഞ്ഞ നിമിഷം തന്നെ അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനും അത് വിശുദ്ധീകരണത്തിന് കാരണമായി, അത് കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന് കാരണമാക്കുവാനും അത് ദൈവത്തിന് നന്ദി പറയുവാനും ഉപയോഗിച്ചപ്പോൾ അത് ഓർക്കുക, ആ രോഗം എത്ര രക്ഷാകരമായിട്ട് മാറുന്നു. ഒരു കുരിശ് രക്ഷാകരമാകാൻ നമ്മൾ ഓടേണ്ട ആവശ്യമില്ല. യേശുവിൻ്റെ കുരിശ് നമുക്കതിനുള്ള ഉത്തരവാണ്. നീ വിശുദ്ധീകരിക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ നീ അനുദപിച്ച് നിന്നെ വിശുദ്ധീകരിച്ച് നീ ആ രക്ഷ സ്വീകരിക്കുക. അതല്ല, നിൻ്റെ ജീവിതത്തിലെ ആ കുരിശ് നീ അങ്ങേയറ്റം വിശുദ്ധിയോടെ ജീവിച്ചിട്ട് ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചിട്ട് നിനക്ക് ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ, ദൈവമേ, ഈ കുരിശ് വഴി എന്നെ നിൻ്റെ രക്ഷയുടെ മഹത്വം അണിയിക്കണമേ, പ്രാർത്ഥിക്കുക. അപ്പോൾ ഈശോ നല്ല കള്ളനോട് പറഞ്ഞ വചനം, നീ എൻ്റെ കൂടെ പറുദീസായിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ട പറുദീസ നമുക്ക് കിട്ടുകയാണ്. നഷ്ടപ്പെട്ട പറുദീസ നമുക്ക് കിട്ടാൻ, പാപം വഴി നമ്മൾ നഷ്ടപ്പെടുത്തിയ പറുദീസ നമുക്ക് കിട്ടാൻ ദൈവം നമുക്ക് തരുന്ന ഒരു സാന്നിധ്യമാണ് യേശുവിൻ്റെ കുരിശ്. 2, നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിൽ, വേദനയിൽ, സങ്കടങ്ങളിൽ നമ്മൾ ആ സങ്കടങ്ങളിൽ പറുദീസ അനുഭവത്തിലേക്ക് വരാൻ, സന്തോഷത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് വരാൻ, രോഗത്തിൻ്റെ ദുഃഖം, ഒറ്റപ്പെടലിൻ്റെ വേദന, ഇങ്ങനെ പല വേദനകൾ ജീവിതത്തിൻ്റെ മുൻപിൽ വരുമ്പോൾ ആ ജീവിതത്തിൻ്റെ വേദനകളിലും സന്തോഷം അനുഭവിക്കുവാൻ എന്നെ കരുത്തനാക്കുന്നത്, എന്നെ പഠിപ്പിക്കുന്നത് വിശുദ്ധ കുരിശാണ്. അതിനാൽ നമ്മൾ ഇന്ന് പ്രിയപ്പെട്ടവരെ ധ്യാനിക്കുന്ന വചനം ഇതാണ്. ലൂക്കായുടെ സുവിശേഷം 23:42. ആ കള്ളൻ്റെ പ്രാർത്ഥനയാണ്, ആ നല്ല കള്ളൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം. യേശുവേ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഈ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ദൈവരാജ്യമെന്നാൽ അത് പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷമാണെന്ന് വചനം പറയുന്നുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി. യേശുവേ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ലൂക്ക 23:42. യേശുവേ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യാനുഭവം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മളായിരിക്കുന്നിടങ്ങളിലും കടന്നു വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധനയിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് ആരാധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ദൈവമേ എന്നും സ്തുതി നിനക്ക്. രക്ഷിക്കുന്ന ദൈവമേ എന്നുമെന്നും സ്തുതി നിനക്ക്. ജീവിക്കുന്ന ദൈവമേ എന്നും സ്തുതി നിനക്ക്. രക്ഷിക്കുന്ന ദൈവമേ എന്നുമെന്നും സ്തുതി നിനക്ക്. ആരാധന 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 ആരാധന. തളരും ജീവനിൽ അവൻ തരും വിടുതൽ, തളർന്നാൽ ശക്തി തരും. തളരും ജീവനിൽ അവൻ തരും വിടുതൽ, തളർന്നാൽ ശക്തി തരും. ഉണർവിൻ വരമവനേകി എന്നെ ഉള്ളം കയ്യിൽ താലോലിക്കും. ഉണർവിൻ വരമവനേകി എന്നെ ഉള്ളം കയ്യിൽ താലോലിക്കും. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വാഗ്ദാനമോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീര് തുടച്ചു മാറ്റും. ഈശോയെ, ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് അപ്പമായത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും അടുത്ത് വസിക്കുവാനാണ്. യേശുവേ, ഞങ്ങളുടെ വേദനയുടെ അടുത്ത്, ഞങ്ങളുടെ നൊമ്പരങ്ങളുടെ അടുത്ത്, ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ അടുത്ത് ദൈവമേ, ദൈവം നൽകിയ പരിഹാരമാണ് യേശുവെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളിലും കുടുംബങ്ങളിലും യേശുവിൻ്റെ സാന്നിധ്യമുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സാന്നിധ്യം അനേകം കുടുംബങ്ങളിൽ, അനേകം വ്യക്തിയുടെ വേദനകളുടെ അടുത്ത് യേശുവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച രോഗികൾ, അവരുടെ അടുത്ത് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെയും അടുത്ത് ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം വലിയ ദുഃഖത്തിലും വേദനയിൽ നിൽക്കുന്നുവോ, ആരെല്ലാം ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾ നിൽക്കുന്നുവോ, അവരുടെ ഓരോരുത്തരുടെയും അടുത്ത് ദൈവസാന്നിധ്യം വെളിപ്പെടുവാൻ ആഗ്രഹിച്ച് യേശുവെ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാന്നിധ്യം പകരണമേ ഈശോയേ, നിൻ സാന്നിധ്യം പകരണമേ ഈശോയേ, നിൻ സാന്നിധ്യം പകരണമേ
ഈശോയേ നിൻ സാന്നിധ്യം പകരണമേ ഈശോയേ നിൻ സാന്നിധ്യം പകരണമേ ഈശോയേ നിൻ സാന്നിധ്യം പകരണമേ ഈശോയേ. ലൂക്ക 24:42. അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിലായിരിക്കും. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. യേശു വെറുതെ പറയുകയല്ല, യേശു സത്യം ചെയ്ത് പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എൻ്റെ കൂടെ പറുദീസായിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം സംഭവിച്ച കാര്യം, അവര് ഏദൻ തോട്ടത്തിൽ നിന്ന് ഓടിപ്പോയി. ദൈവത്തിൻ്റെ സ്വരം കേട്ടെടുത്ത് ഓടിപ്പോയി. ഈ നല്ല കള്ളൻ പറയുക, അങ്ങയുടെ രാജ്യത്തിൽ എന്നെ കൂടെ ചേർക്കണേ. യേശു അവനോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ പറുദീസായിലായിരിക്കും. ഇതാ, പാപം ചെയ്തപ്പോൾ, ദൈവകൽപ്പന തെറ്റിച്ചപ്പോൾ, ദൈവത്തോട് കൂടെ നടന്നിരുന്ന ആദം ഓടിപ്പോയി എങ്കിൽ, ഇതാ ആ പറുദീസ, ആ ദൈവവുമായിട്ടുള്ള ബന്ധം തിരികെ കിട്ടുകയാണ് മനുഷ്യന് ഈ നല്ല കള്ളനിലൂടെ. നീ എൻ്റെ കൂടെ പറുദീസായിലായിരിക്കും. നഷ്ടപ്പെട്ട ബന്ധം, നഷ്ടപ്പെട്ട പറുദീസ, നഷ്ടപ്പെട്ട ഏദൻ മനുഷ്യന് തിരികെ നൽകുന്നു. അവൻ എന്താ ചെയ്തത്? അവൻ ഒരു കാര്യം ചെയ്തു, അവൻ അനുതപിച്ചു. അവൻ പറയുന്നത് ഇതാണ്, നമ്മൾ ഈ ശിക്ഷയ്ക്ക് അർഹരാണ്, കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടാണ്. അവൻ്റെ തെറ്റ് അംഗീകരിച്ച് അവൻ യേശുവിനെ നോക്കി അനുതപിച്ചു. ഈശോ പറഞ്ഞ ആദ്യത്തെ വചനം നമ്മൾ ധ്യാനിച്ചു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് വിശ്വസിക്കുക. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇതാ, 2 കള്ളന്മാരുടെ നടുക്ക് പിതാവ് ദൈവരാജ്യം ഒരുക്കി. 2 കള്ളന്മാരുടെ നടുക്ക് ദൈവരാജ്യം ഒരുക്കി. പ്രിയപ്പെട്ടവരെ, എന്നാൽ നല്ല കള്ളൻ അനുതപിച്ച് ആ രാജ്യത്തിൽ പ്രവേശിച്ചു. അവൻ്റെ ഇടതുവശത്ത് കിടന്ന ആ കള്ളൻ്റെ അടുത്തും, ഇടതുവശത്ത് കിടന്ന കള്ളൻ്റെ അടുത്തും പിതാവ് ദൈവരാജ്യം ഒരുക്കിയിരുന്നു. എന്നാൽ അവൻ്റെ തെറ്റിനെ മനസ്സിലാക്കാനോ അവൻ്റെ തെറ്റിനോർത്ത് അനുദപിക്കുവാനോ അവന് സാധിക്കാതിരുന്നത് കൊണ്ട് അടുത്തു വന്ന സമീപിച്ച ദൈവരാജ്യം അവന് നഷ്ടമായി. അനുദപിക്കാനോ സ്വന്തം തെറ്റിനെയോർത്ത് മനസ്തപിക്കുവാനോ സാധിക്കാതിരുന്നത് കൊണ്ട് തൊട്ടടുത്ത് കിടന്ന ദൈവരാജ്യത്തിൽ അവൻ പ്രവേശിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അതിനാൽ ഇതാണ് ഈശോ പറഞ്ഞത്, അനുദപിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. ദൈവരാജ്യം നിങ്ങളുടെ അടുത്തുണ്ട്, അനുദപിച്ച് അതിൽ പ്രവേശിക്കുക. ഈ നല്ല കള്ളനെ പോലെ നമ്മളും അനുദപിച്ച് യേശുവിലൂടെ പിതാവ് ഒരുക്കി ദൈവരാജ്യം നമ്മൾ സ്വീകരിക്കുക. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. യേശുവിലൂടെ പിതാവ് ഒരുക്കിയ ഈ ദൈവരാജ്യത്തെ എൻ്റെ സ്വന്തമാക്കി മാറ്റുക. നമുക്കൊരു നിമിഷം അനുദപിച്ച് പ്രാർത്ഥിക്കാം. ഈ നല്ല കള്ളനെ പോലെ എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ദൈവമേ എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, നിന്റെ രാജ്യത്തിൽ എന്നെ കൂടി ഓർക്കണമേ. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. അനുദപിച്ച് ആ ദൈവരാജ്യം സ്വീകരിക്കുക. യേശുവിൻ്റെ ആദ്യത്തെ വചനം, യേശു പ്രസംഗിച്ച ആദ്യത്തെ വചനം. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ നല്ല കള്ളനെ പോലെ നമ്മുടെ തെറ്റുകൾ അംഗീകരിച്ച് അതിനോർത്ത് അനുദപിച്ച് ദൈവരാജ്യം സ്വീകരിക്കുവാൻ ഈശോ നമ്മളോട് പറയുന്നു. ഈശോയെ, എൻ്റെ അടുത്ത് നീ ദൈവരാജ്യം ഒരുക്കി, എൻ്റെ തൊട്ട് മുമ്പിൽ ദൈവരാജ്യം ഒരുക്കി, എനിക്ക് വേണ്ടി കുരിശിൽ രക്ഷ പൂർത്തിയാക്കി നീ നിൽക്കുമ്പോൾ അനുദപിച്ച് ആ രക്ഷ സ്വീകരിക്കാൻ, ആ ദൈവരാജ്യം സ്വീകരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ നിമിഷം അനുതാപത്തിൻ്റെ കൃപ അനേകരിലേക്ക് ആ നല്ല കള്ളൻ അനുദപിച്ചതുപോലെ നമ്മുടെ പാപത്തെ ഓർത്ത് അനുദപിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. പാപിയാമെന്നുള്ളിൽ
വന്നു വാഴുനാഥ പാവന പ്രകാശം തൂകിടുനാഥ. യേശുവേ പാപിയാമെന്നുള്ളിൽ വന്നു വാഴുനാഥ പാവന പ്രകാശം തൂകിടുനാഥ. പ്രിയപ്പെട്ടവരെ, രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശു കിടക്കുന്ന കാൽവരിയിലെ ചിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആരിൽ നിന്നും അകലെയല്ല യേശു എന്ന യാഥാർത്ഥ്യം, ആരിൽ നിന്നും അകലെയല്ല രക്ഷ എന്ന യാഥാർത്ഥ്യം, ആരിൽ നിന്നും ഒത്തിരി ദൂരത്തൊന്നുമല്ല രക്ഷ എന്ന യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ കാൽവരിയുടെ ചിത്രം. രണ്ട് കള്ളന്മാർ അങ്ങേയറ്റം തെറ്റ് ചെയ്തവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് കുരിശ്. എന്നാൽ ആ രണ്ട് കള്ളന്മാരും അന്ന് കുരിശിലേറിയപ്പോൾ അവരൊട്ടും പ്രതീക്ഷിച്ചില്ല അവരുടെ തൊട്ടടുത്ത് ദൈവരാജ്യം കിടക്കുമെന്ന്, അവരുടെ തൊട്ടടുത്ത് ദൈവരാജ്യം ഉണ്ടാകുമെന്ന്. അതിനാൽ എത്ര പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും, എത്ര പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും, ലോകം വേണ്ട എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിലും, ആ വ്യക്തിയുടെ അടുത്തും ദൈവരാജ്യം ഒരുക്കുന്നുണ്ട്. ആ വ്യക്തി പോലും ദൈവരാജ്യത്തിൽ നകലെയല്ല എന്ന യാഥാർത്ഥ്യം. യേശുവേ, ഞാൻ പാപിയാണ്, എങ്കിലും ഞാൻ തിരിച്ചറിയുന്നു ഞാൻ ദൈവരാജ്യത്തിൽ നകലെയല്ല. എനിക്ക് വേണ്ടി മരിച്ച യേശുവുണ്ട്, എനിക്ക് വേണ്ടി ക്രൂശനായ യേശുവുണ്ട്, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത യേശുവുണ്ട്. ഞാൻ ദൈവരാജ്യത്തിൽ നകലെയല്ല. കാരണം എനിക്ക് വേണ്ടി, എൻ്റെ ഇന്നുവരെയുള്ള പാപങ്ങൾക്ക് വേണ്ടി, ഇനിയുള്ള പാപങ്ങൾക്ക് വേണ്ടി നീ പരിഹാരം ചെയ്തു. ഞാൻ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല കർത്താവേ, ഞാൻ ദൈവരാജ്യത്തിൻ്റെ അടുത്താണ്, ദൈവരാജ്യം എൻ്റെ അടുത്തുണ്ട്. യേശുവേ, ഞാൻ പാപിയാണ്. ആ നല്ല കള്ളൻ്റെ അടുത്ത്, ആ കള്ളന്മാരുടെ അടുത്ത് അങ്ങൊരുക്കി ദൈവരാജ്യം പോലെ എൻ്റെ അടുത്തും എൻ്റെ മുമ്പിലും അങ്ങയുടെ രക്ഷയുണ്ട്. ദൈവമേ, ഈ രക്ഷ സ്വീകരിക്കാൻ, ഈ രക്ഷയിൽ ആനന്ദിക്കുവാൻ, ഈ രക്ഷാകര അനുഭവത്തിലേക്ക് നടക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പാപികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ പാപികളുടെയും മാനസാന്തരത്തിന് വേണ്ടി ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല പാപികളുടെയും മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ബലിയുടെ യോഗ്യതയാൽ, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ അനന്തകോടി യോഗ്യതയാൽ എല്ലാ പാപികളെയും യേശുവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ, കരുണയായിരിക്കണമേ. തിരുരക്തത്താൽ എല്ലാ പാപികളെയും കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. എന്നെയും അതുപോലുള്ള അനേകായിരം പാപികളെയും യേശുവേ നിന്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. യേശുവേ, കരുണാമയനേ, ജീസസ്, ക്രൂശിതനേ, have mercy on me. കാരുണ്യം തൂകണമേ. യേശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ പീഡാസഹനത്തിൻ്റെ അനന്തയോഗ്യതയിൽ, പിതാവായ ദൈവമേ, യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ അനന്തകോടി യോഗ്യതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പാപികളുടെയും മാനസാന്തരത്തിന് വേണ്ടി യേശുവിൻ്റെ പീഡകളെ മുഴുവനും പിതാവായ ദൈവമേ അങ്ങേക്ക് നൽകി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, അവൻ നമുക്കുള്ള പരിഹാര ബലിയാണ്. അവൻ ദൈവജനത്തിൻ്റെ വേദനയിൽ പങ്കുചേർന്നു എന്ന് മോശയെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. എന്നാൽ പാപമില്ലാത്തവനെ നമുക്ക് പരിഹാരമാക്കി. ഓർക്കുക, നമുക്ക് ദൈവം ഒരു കുരിശ് അനുവദിക്കുമ്പോൾ
ആ കുരിശിൽ എന്തെല്ലാം വേദനകളുണ്ടോ ആ വേദനകളെല്ലാം അനുഭവിച്ചൊരു ദൈവത്തെ നമ്മുടെ മുമ്പിൽ പിതാവ് തരുന്നുണ്ട്. നമുക്കൊരു കുരിശ് ദൈവം അനുവദിക്കുമ്പോൾ തൊട്ടടുത്ത് നമ്മുടെ കുരിശിന് പരിഹാരമായി, നമ്മുടെ കുരിശിന് ആശ്വാസമായി, നമ്മുടെ കുരിശിനുള്ള ഉത്തരമായി തൊട്ടടുത്ത് യേശുവുണ്ട്. ഞാനൊരു കുരിശിൽ കിടക്കുമ്പോൾ അതേ വേദനയിൽ, അതേ ദുഃഖത്തിൽ തൊട്ടടുത്ത് യേശുവിന് മനസ്സിലാകും. യേശുവിനെ മനസ്സിലാകൂ ഞാൻ കടന്നു പോകുന്ന വേദന. യേശുവിന് മനസ്സിലാകും എൻ്റെ നൊമ്പരം. യേശുവിന് മനസ്സിലാകും എൻ്റെ ഭാരം. യേശുവേ, എനിക്കുള്ള പരിഹാരമാണ് നീ. അവൻ വഹിച്ചത് നമ്മുടെ രോഗങ്ങളാണ്, അവൻ ചുമന്നത് നമ്മുടെ ഭാരങ്ങളാണ്. യേശുവേ, ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൻ വഹിച്ചത് നമ്മുടെ ഭാരങ്ങളാണ്. നമ്മുടെ മേലുള്ള ശിക്ഷ അവൻ്റെ മേൽ അവിടുന്ന് നൽകി. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ കുരിശ് നമുക്ക് ആശ്വാസമായി മാറട്ടെ. ഏതെല്ലാം വേദനയിലൂടെ നമ്മൾ കടന്നു പോകുന്നുവോ ആ വേദനകളെ മുഴുവനും യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് സഹിക്കുവാൻ പിതാവേ കൃപ നൽകണമേ. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന എല്ലാ നൊമ്പരങ്ങളും, എല്ലാ പ്രതിസന്ധികളും, നമുക്ക് താങ്ങാൻ പറ്റാത്ത ഭാരങ്ങൾ, അതെല്ലാം സമർപ്പിക്കുക. അതെല്ലാം സമർപ്പിച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. ഈശോയെ, നിൻ്റെ കുരിശിൻ്റെ അനന്ത യോഗ്യതയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ അനന്ത ശക്തിയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യെശയ്യാ 53:4 മുതലുള്ള വചനം, അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തുവെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിക്കുന്നു. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിക്കുന്നു. ഈ വചനത്തിൻ്റെ അഭിഷേകം, യെശയ്യാ 53:4, 5 വചനങ്ങളുടെ അഭിഷേകം ഈ നിമിഷം നമ്മിലേക്ക് നിറയട്ടെ. അവൻ എനിക്കുള്ള പരിഹാര ബലിയാണ്. 1 യോഹന്നാൻ 2:2 അഭിഷേകം ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ. വിടുതൽ സംഭവിക്കട്ടെ. എല്ലാവിധ പാപബന്ധനങ്ങളിൽ നിന്ന്, എല്ലാവിധ ആന്തരിക മുറിവുകളിൽ നിന്ന്, എല്ലാവിധ രോഗപീഠകളിൽ നിന്ന് ഈ നിമിഷം യേശുവിൻ്റെ വിശുദ്ധ ബലിയുടെ അനന്തയോഗ്യതയാൽ പ്രാർത്ഥിക്കുന്നു. യേശുവെ, വിടുതലുണ്ടാകട്ടെ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളിലും കുടുംബങ്ങളിലും യേശുവെ, ഈ വചനത്തിൻ്റെ യെശയ്യാ 53:4, 5, 6 വചനങ്ങളുടെ അഭിഷേകം യേശുവെ ഇപ്പോൾ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 2:2 വചനത്തിൻ്റെ അഭിഷേകത്താൽ അനേകം കുടുംബങ്ങൾ യേശുവെ വിടുതൽ പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ യേശുവെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുരിശിലെ അനന്ത ബലിയുടെ അനന്തകോടി യോഗ്യതകളാൽ യേശുവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവെ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി, രാജകീയ പുരോഹിതനാ മഹാകരുണയാൽ തിരഞ്ഞെടുത്തു. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി, രാജകീയ പുരോഹിതനായി മഹാകരുണയാൽ തിരഞ്ഞെടുത്തു. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാധിരാജാവായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താധി കർത്താവായി.
ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാധിരാജാവായി. ഇന്നു ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താധി കർത്താവായി. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്തി ഈ നിമിഷം വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, എല്ലാ പൈശാചിക സ്വാധീനങ്ങളെയും യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളെയും യേശുവിൻ്റെ കുരിശിൻ്റെ യോഗ്യതയാൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, കുരിശിൻ്റെ ശക്തി അനേകം കുടുംബങ്ങളിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളിലും കുടുംബങ്ങളിലും യേശുവിൻ്റെ സൗഖ്യം വിടുതൽ കടന്നു വരട്ടെ. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പൈശാചിക കെട്ടുകളുടെ ബന്ധനങ്ങൾ മാറിപ്പോകട്ടെ, പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങൾ മാറിപ്പോകട്ടെ. കുടുംബത്തെ തകർക്കുന്ന, കുടുംബജീവിതത്തെ തകർക്കുന്ന, സഭയെ തകർക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് ബന്ധിക്കുന്നു. യേശുവിൻ്റെ കുരിശിൻ്റെ അനന്തകോടി യോഗ്യതകളാൽ എല്ലാ പൈശാചിക ശക്തികളും തിന്മയുടെ ശക്തികളും നിർവീര്യമാകട്ടെ. കർത്താവേ, തിന്മയുടെ ശക്തികൾ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തികൾ എന്നേക്കുമായി നിർവീര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അന്ധകാര ശക്തികളെ യേശുവിന്റെ കുരിശിനാൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയുടെ അധികാരത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, വിശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. യേശുവേ, 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 യേശുവേ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തെ ഈശോയുടെ കരങ്ങളിൽ കൊടുക്കുക. അവൻ്റെ മുറിവുകളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഇതാ, എന്തിനാണ് ദൈവം ആ നല്ല കള്ളൻ്റെ അടുത്ത് കുരിശ് അനുവദിച്ചത്? യേശുവിൻ്റെ കുരിശ് അവൻ്റെ വിശുദ്ധീകരണത്തിന് കാരണമായി. ഒരു പക്ഷേ ഈ കുരിശിലേക്ക് നോക്കി ഞാൻ സ്വീകരിക്കേണ്ട വിശുദ്ധീകരണമുണ്ട്. ദൈവമേ, ഈ കുരിശിലെ ബലിയുടെ അനന്ത യോഗ്യതയാൽ എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ വരുമാന മാർഗത്തെ, എൻ്റെ ആരോഗ്യത്തെ, എൻ്റെ ശരീരത്തെ, ഞാൻ വസിക്കുന്നിടങ്ങളെ, ഞാൻ നടക്കുന്ന വഴികളെ വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കാം. എൻ്റെ വീട്, സ്ഥലം, ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവർ യേശു വിശുദ്ധീകരിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുക. കുടുംബ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദാമ്പത്യ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സമർപ്പിത പൗരോഹിത്യ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവ വഴിയിലൂടെ നടന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഈ സഹനങ്ങൾ, വേദനകൾ യേശുവിനോട് ചേർത്ത് വെച്ച് സഹിക്കുവാൻ ഈ കുരിശൻ്റെ അടുത്ത് രോഗങ്ങളെ സമർപ്പിക്കുക. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന എല്ലാ നൊമ്പരങ്ങളും ദുഃഖങ്ങളും സമർപ്പിക്കുക. ഇപ്പോൾ ഈശോ ആശീർവദിക്കുകയാണ്. അനേകം കുടുംബങ്ങളിലേക്ക് ഈശോയെ നിൻ്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. അനേകം വ്യക്തികളിലേക്ക് നിൻ്റെ ആശീർവാദം ഇറങ്ങട്ടെ. രോഗക്കിടക്കയിലായിരിക്കുന്ന, പലതരം രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച അനേകം വ്യക്തികളിലേക്ക് നിൻ്റെ സൗഖ്യം ഇറങ്ങട്ടെ. കുഞ്ഞുങ്ങളിലേക്ക് നിൻ്റെ സൗഖ്യം ഇറങ്ങട്ടെ. ഗർഭസ്ഥ ശിശുക്കളിലേക്ക് നിൻ്റെ സൗഖ്യം ഇറങ്ങട്ടെ. മക്കളില്ലാത്ത ദമ്പതികളെ നീ തൊട്ടനുഗ്രഹിക്കണേ. ഭവനമില്ലാത്ത കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണേ. ഭവനമില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പല രീതിയിൽ വേദനയിൽ കടന്നു പോകുന്നവരെ നിൻ്റെ ബലിയുടെ യോഗ്യതയാൽ ആശീർവദിക്കണമേ. നമുക്ക് ഈശോയെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹനങ്ങൾ കൃപകളാക്കാം യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ
നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം. അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ലൂക്ക 23:42.